ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്ത ഒരു വിജയമാണിത്. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു ലിജു ആലുവ? ഇടമുളയ്ക്കൽ നമ്മുടെ 6-ാം വാർഡിൽ നിന്ന് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ LDFും BJPയും മാത്രമായിരുന്നില്ല എൻ്റെ എതിരാളികൾ. ഈ ബാങ്ക് കൊള്ള ചെയ്ത് പോയ ഒരു മുൻകാല കോൺഗ്രസ് നേതാവ് എന്നെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ തറപറ്റിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇരയായത് ഞാനാണ്. അപ്പോൾ അത് കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നല്ല ചുറുചുറുക്കുള്ള ഇലക്ഷൻ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നന്നായി ഏകോപിപ്പിച്ച കുറച്ച് പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് നടത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. തീർച്ചയായും വാർഡിലെ മെമ്പർ ആയിരുന്ന ശ്രീമതി അമ്മിണി രാജൻ, DCC ജനറൽ സെക്രട്ടറി, അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റായി ചുമതലയേറ്റു. അതിനുശേഷം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചു. നന്നായി ഈ വാർഡിൽ ഒരു 4-5 തവണ ഞങ്ങൾ പോയി വോട്ടർമാരെ നേരിൽ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംവദിച്ച് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, കൊമ്പേറ്റുമല റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തീർച്ചയായും ജനങ്ങൾ അതെല്ലാം ഹൃദയപൂർവ്വം ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ മോശമല്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൻ്റെ ഒരു പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്തതെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അവർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം 100% കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഈ വരുന്ന 5 വർഷവും അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിവേചനമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെത്തിക്കാൻ ഞാൻ ഒരുപക്ഷെ മണ്ഡലം പ്രസിഡന്റായി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം ഇടമുളയ്ക്കൽ പഞ്ചായത്തിനെ 25 വർഷത്തിന് ശേഷം തിരിച്ചു പിടിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എനിക്ക് അത് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അത് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ കഴിഞ്ഞ 22 വർഷത്തിന് ശേഷം ഒരു UDFിൻ്റെ നേതൃത്വത്തിൽ വരാൻ നമ്മുടെ ഈ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ വളരെ ഒരു ഘടകമായിട്ടുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സ്ഥാനാർത്ഥി നിർണയം നടത്തി എല്ലാ വാർഡിലേക്കും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ നിയന്ത്രണത്തിൽ കുറച്ച് റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഒഴുകുവാറയ്ക്കൽ, ഇടമുളയ്ക്കൽ, പിന്നെ പടിഞ്ഞാറ്റിൻകര ഒക്കെയുള്ള വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികളെ, അശ്രമംഗലം ഒക്കെയുള്ള വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതൊഴികെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നന്നായി ചിട്ടയോടെ അച്ചടക്കത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെറിയ മാർജിനിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയത്. കമ്പങ്കോട് വാർഡിൽ നിന്നും മത്സരിച്ച സൂസമ്മ തോറ്റത് വെറും 35 വോട്ടിനാണ്. അതുപോലെ തന്നെ ചെറിയ മാർജിനിൽ തോറ്റ സ്ഥാനാർത്ഥികൾ കൂടി ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഹൃദയവേദനയോട് പറയട്ടെ. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച ഈ നാട്ടിലെ എല്ലാ പ്രബുദ്ധരായ വോട്ടർമാരോടും ഹൃദയത്തിൻ്റെ പലപ്പോഴും മാറി നിന്നവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങ്, അല്ലേ? സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ ചുമതലയേൽക്കുമ്പോൾ ഈ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഘടകങ്ങളെല്ലാം പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മുഖ്യ ചുമതലയാണല്ലോ. തീർച്ചയായിട്ടും അതിൽ നമ്മൾ പലതരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തും പരമാവധി അവരുമായിട്ട് സഹകരിച്ചുമൊക്കെ മുഴുവൻ ആളുകളെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവരോടൊപ്പം സഹകരിച്ച് അവരുടെ സേവനം കൂടി പാർട്ടിക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞത് നല്ല വിജയം നേടാൻ കാരണമായെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇടമുളയ്ക്കൽ പഞ്ചായത്തിനെ 25 വർഷത്തിന് ശേഷം തിരിച്ചു പിടിച്ചതിൽ ചാരിതാർത്ഥ്യം തോന്നുന്നു. തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം 100% ഞങ്ങൾ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഇടമുളയ്ക്കൽ പഞ്ചായത്ത് നാളെ വരെയുള്ള ഈ പിൻസീറ്റ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നല്ല തരത്തിൽ UDFിൻ്റെ ടീം UDFായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ടീം UDFായി ഈ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് പോകും. അത് നല്ല ഒരു ഭരണം ജനങ്ങൾക്ക് കാഴ്ചവെച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.